ദുൽഹജ്ജ് മാസപ്പിറ ദൃശ്യമായതോടെ ഹജ്ജിന്റെ തിരക്കിലേക്ക് നീങ്ങുകയാണ് മക്ക നഗരി. ഈ മാസം 15-നാണ് ഹജ്ജിന്റെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമം. ഇതിനു മുന്നോടിയായി ജൂൺ 14-ന് ഹാജിമാർ മിനായിലേക്ക് നീങ്ങും. ബലിപെരുന്നാൾ ഒമാൻ ഒഴികെ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ജൂൺ 17-നാണ്. കനത്ത ചൂടിലാണ് ഇത്തവണയും ഹജ്ജ് കർമ്മങ്ങൾ നടക്കാനിരിക്കുന്നത്. ഹജ്ജിന്റെ ഏറ്റവും തിരക്ക് പിടിച്ച ദിവസങ്ങളിലേക്ക് കടക്കുകയാണ് സൗദി അറേബ്യ. ഇന്ന് മാസപ്പിറവി സൗദിയിലെ ഹരീക്കിൽ ദൃശ്യമായതിന് പിന്നാലെ നാളെ ദുൽഹജ്ജ് 1, അതായത് വെള്ളിയാഴ്ച ദുൽഹജ്ജ് 1 ആയിരിക്കുമെന്ന് സൗദിയിലെ സുപ്രീം കോടതി അല്പസമയം മുമ്പ് അറിയിച്ചിട്ടുണ്ട്. അതായത് നാളെയാണ് ഹജ്ജിന്റെ മാസത്തിന് തുടക്കമാവുന്നത്. ഇനിയുള്ള ഓരോ ദിനങ്ങളും ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിന്റെ ഏറ്റവും സുപ്രധാനമായ ചടങ്ങുകളിലേക്ക് കടക്കുന്നതിനുള്ള ഒരുക്കങ്ങളാണ്. ദുൽഹജ്ജ് മാസം 8-നാണ് അറഫ ദിനം. അറഫയാണ് ഹജ്ജിന്റെ ഹൃദയം എന്ന് വിശേഷിപ്പിക്കാവുന്ന ദിനം. അത് സംഭവിക്കുക തൊട്ടടുത്ത ശനിയാഴ്ചയാണ്. അതിനുശേഷം ജൂൺ 16-നായിരിക്കും ബലിപെരുന്നാൾ ദിനം. ഒമാനിൽ മാത്രം ജൂൺ 17-നായിരിക്കും, മാസപ്പിറവി കാണാത്ത സാഹചര്യത്തിൽ ഒമാനിൽ മാത്രം ജൂൺ 17-നായിരിക്കും ബലിപെരുന്നാൾ ദിനം. ബാക്കിയുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ബലിപെരുന്നാൾ ദിനം ജൂൺ 16-നായിരിക്കും. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്. ജൂൺ 14-ാം തീയതി ആയിരിക്കും ഹാജിമാർ മിനായിലേക്ക് നീങ്ങുക. അതായത് നാളെയല്ല, തൊട്ടടുത്ത വെള്ളിയാഴ്ച ഹാജിമാർ മിനായിലേക്ക് ഹജ്ജിന്റെ കർമ്മങ്ങൾക്കായി നീങ്ങും. അന്ന് രാത്രി ഹാജിമാർ അവിടെ തങ്ങും. തൊട്ടടുത്ത ദിവസം പുലർച്ചെ, അതായത് ശനിയാഴ്ച പുലർച്ചെ ജൂൺ 15-ന് ഹാജിമാർ അറഫ സംഗമത്തിനായി അറഫയിലേക്ക് നീങ്ങും. ബസ് മാർഗവും ട്രെയിൻ മാർഗവും ബാക്കിയുള്ളവർ കാൽനടയായിട്ടുമാകും അറഫയിലേക്ക് നീങ്ങുക. അറഫ സംഗമമാണ് ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം. അറഫ ദിനത്തിന്റെ ഭാഗമായി അന്നേ ദിവസം ശനിയാഴ്ച ജൂൺ 16-ാം തീയതി ഹാജിമാരെല്ലാവരും തന്നെ നട്ടുച്ചയ്ക്ക് മുന്നോടിയായി അറഫയിൽ സംഗമിക്കും. അതിനുശേഷം ഉച്ചക്കുള്ള നമ്ര മസ്ജിദിലെ അറഫ പ്രഭാഷണത്തോടു കൂടി അറഫ സംഗമത്തിന് തുടക്കമാകും. അന്ന് വൈകുന്നേരം വരെ, അതായത് ജൂൺ 16-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം വരെ അറഫയിലായിരിക്കും ഹാജിമാർ സംഗമിക്കുക. അത് കഴിഞ്ഞ് സൂര്യാസ്തമയം കഴിഞ്ഞാൽ ഹാജിമാർ അതേ ദിവസം തന്നെ മുസ്തലിഫ എന്ന് പറയുന്ന ഇടത്താവളത്തിലേക്ക്, അതായത് മിനക്കും അറഫക്കും ഇടയിലുള്ള ഈ സ്ഥലത്തേക്ക് എത്തും. അവിടെയായിരിക്കും ഹാജിമാർ പാർക്കുക. പ്രവാചകൻ ചെയ്ത ഹജ്ജിന്റെ കർമ്മങ്ങളെ അനുസ്മരിച്ചുകൊണ്ടായിരിക്കും ഈ ചടങ്ങുകൾ ഓരോന്നും നടക്കുക. മുസ്തലിഫയിൽ ഹാജിമാർ അന്ന് പാർക്കും. അത് കഴിഞ്ഞ് അന്ന് രാത്രി അവിടെ ഹാജിമാർ അല്പസമയം കിടന്നുറങ്ങും. പിന്നീട് പുലർച്ചെയാണ് ബലിപെരുന്നാൾ ദിനം. ആ ദിവസം, അതായത് ജൂൺ 16-ാം തീയതി ഞായറാഴ്ച ഹാജിമാരെല്ലാവരും തന്നെ വീണ്ടും മുസ്തലിഫയിൽ നിന്ന് മിനായിലേക്ക് നീങ്ങും. അന്ന് ഹാജിമാർക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളുള്ള ദിവസമാണ്. കല്ലേറ് കർമ്മം അന്നുണ്ടാകും. അതോടൊപ്പം തന്നെ ബലികർമ്മം അന്ന് ഹാജിമാർക്കുണ്ടാകും. അതോടൊപ്പം തന്നെ ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നായ കഅബയെ പ്രദക്ഷിണം വെക്കുക, ഒപ്പം തന്നെ സഫ മർവ കുന്നുകൾക്കിടയിലുള്ള പ്രയാണവും അന്ന് ഹാജിമാർ പൂർത്തിയാക്കും. ഇതിനുശേഷം ഹാജിമാർ മുടി മുറിച്ച് ഹജ്ജിന് അർദ്ധവിരാമം അന്നേ ദിവസം കുറിക്കും. അതായത് ബലിപെരുന്നാൾ ദിനമായിരിക്കും ഹാജിമാർക്ക് ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ ഉണ്ടായിരിക്കുക. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള തുടർന്നുള്ള 3 ദിനങ്ങളിലും ഹാജിമാർക്ക് കല്ലേറ് കർമ്മം മാത്രമായിരിക്കും ബാക്കിയുണ്ടാവുക. ഈ ദിവസങ്ങളെല്ലാം തന്നെ ഹാജിമാർ മിനായിലാണ് തങ്ങുക. അത് കഴിഞ്ഞ് ജൂൺ 19-ന് ഹാജിമാർ മിനായോട് വിട പറയും. ഇതാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ. ഇനിയുള്ള ദിവസങ്ങൾ ഓരോന്നും ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ദിനങ്ങളാണ്. ഹജ്ജിൽ ഏറ്റവും ഇത്തവണയും വെല്ലുവിളിയാകാൻ പോകുന്ന ഘടകം ചൂടാണ്. ഇന്ന് സൗദിയിലെ ഹജ്ജ് മന്ത്രി ഡോക്ടർ തൗഫീഖ് അൽ റബിയയുടെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യവും ഇത് തന്നെയാണ്. ചൂട് കനത്ത രീതിയിൽ ഇത്തവണയും അനുഭവപ്പെടും. മക്കയിൽ പ്രതീക്ഷിക്കുന്ന ചൂട് 48 ഡിഗ്രി വരെയാണ്. അതായത് അത് റെക്കോർഡ് ചെയ്യപ്പെടുന്ന ചൂടാണ്. എന്നാൽ അതിന്റെ താപനില അന്തരീക്ഷത്തിൽ അതിനേക്കാൾ കൂടിയ അളവിലായിരിക്കും അനുഭവപ്പെടുക. അതുകൊണ്ട് തന്നെ ഹാജിമാർക്ക് പ്രയാസങ്ങൾ പരമാവധി കുറക്കാൻ വേണ്ടി ശീതീകരണ സംവിധാനങ്ങൾ അതിന്റെ പരമാവധി ശേഷിയിൽ പ്രവർത്തിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ഹാജിമാർ നീങ്ങുന്ന വഴികളെല്ലാം തന്നെ ഈർപ്പം നിലനിർത്താനുള്ള സംവിധാനങ്ങളും ഒരുക്കും. ഇത്തരത്തിൽ ഹാജിമാർക്ക് വേണ്ട കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സുഗമമാക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കുമെന്ന് ഇന്ന് ഹജ്ജ് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ 19-ാം തീയതി ഹാജിമാരുടെ ഭൂരിഭാഗം ഹാജിമാരും മിനായോട് വിട പറയും. അന്ന് സൂര്യാസ്തമയത്തിന് മുന്നോടിയായി വിട പറയാൻ കഴിയാത്ത ഹാജിമാരാകും ജൂൺ 20 വരെ അവിടെ തങ്ങുകയും ബാക്കിയുള്ള കല്ലേറ് കർമ്മം പൂർത്തിയാക്കി മിനായോട് വിട പറയുകയും ചെയ്യുക.